ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കേണ്ടത് ശ്രീ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കർ കണ്ടു എന്നുള്ളത് സത്യമാണ് എന്നതിനും അപ്പുറത്തേക്ക് പ്രകാശ് ജാവദേക്കർ ഒന്നും പറഞ്ഞില്ല. പാളിപ്പോയ ഓപ്പറേഷൻ ദൗത്യത്തിന്റെ ചമ്മലിലാണോ പ്രകാശ് ജാവദേക്കർ? ഒരിക്കലുമല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, പ്രകാശ് ജാവദേക്കർ എങ്ങും പോയിട്ടില്ല. കേരളത്തിന്റെ പ്രഭാരി തന്നെയാണ്. അദ്ദേഹം അധികം താമസിക്കാതെ കേരളത്തിലെത്തും. അപ്പോൾ അദ്ദേഹം തന്നെ ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി വിശദമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്പാനർ നിങ്ങൾക്ക് തരാമായിരുന്നു ജയസൂര്യൻ. ഈ നന്ദകുമാറിനെ പോലെയുള്ള ഈ ശോഭാ സുരേന്ദ്രനെയൊക്കെ 10 ലക്ഷം രൂപ കൊടുത്ത് പറ്റിക്കുന്ന അല്ലെങ്കിൽ വാങ്ങി പറ്റിക്കുന്ന ഒരു സ്പാനറുമായിട്ട് എത്ര കാലം നിങ്ങൾക്ക് നടക്കാൻ പറ്റും ജയസൂര്യൻ? മികച്ച സ്പാനർ കിട്ടില്ലേ കേരളത്തിൽ? തീർച്ചയായിട്ടും കിട്ടും. അത് ആ സമയത്ത് കാണുകയും ചെയ്യാം. നിങ്ങൾ എത്ര സ്പാനർ കൊണ്ടുപോയി? ആ സ്പാനറെല്ലാം കൈവച്ചിടത്തെല്ലാം ഒടിഞ്ഞു പോയല്ലോ. പത്മജ വേണുഗോപാൽ എന്നൊരു സ്പാനർ നിങ്ങൾ കൊണ്ടുപോയി, ഒരു നട്ടും അഴിക്കാൻ പറ്റിയില്ല. കെ മുരളീധരൻ വളരെ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ തുടർന്നു. നിങ്ങൾ സതീഷ് തമ്പാനെ കൊണ്ടുപോയി, ആ സ്പാനർ ഏറ്റില്ല. നിങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങൾ ചിലർ നടത്തിക്കൊണ്ടുപോയി, അത് ഏറ്റില്ല. ഒടുവിൽ ഈ മനോജ് കുമാറിനെ കൊണ്ടുപോകുന്നു. സ്പാനറുകൾ 2 2 3 4 10 10 ഒക്കെ കൊണ്ടുപോകുന്നു. പക്ഷെ ഒന്നും നടക്കുന്നില്ല, ഒരു ബോൾട്ട് വഴിയുന്നില്ല. ഈ സ്പാനർ ഇരുന്ന് കയ്യിലിരുന്ന് തെന്നുന്നതല്ലാതെ. ഒരിക്കലുമല്ല. അബ്ദുള്ളക്കുട്ടിയും അൽഫോൺസ് കണ്ണന്താനവും അമ്പാടി വിശ്വവും ഒക്കെ ബിജെപിയുടെ ഭാഗത്ത് ചേർന്ന് ഒരു കൺഫ്യൂഷനും ഇല്ല. ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ കൂട്ടമായിട്ട് ഒഴുകിയെത്തുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഒരു മാസം കൂടി കാത്തിരുന്നാൽ ശ്രീ അരുണെ, ഞാൻ നേരത്തെ നിങ്ങൾ ചോദിച്ചപ്പോൾ എൻ്റെ ഇടയിൽ കയറി അദ്ദേഹം ഇടപെട്ടെന്ന് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. BJP-ക്കാർ ഇവിടെ അഴിമതിക്കാരെന്ന് പറയും, മോദിയുടെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി അലക്കി വിളിപ്പിച്ച് കുറേ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. അതൊന്നും കേരളത്തിൽ ഏശാനും പോകുന്നില്ല. കേരളത്തിൽ BJP വട്ടപൂജ്യത്തിൽ നിന്ന് വട്ടപൂജ്യമായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. എന്ത് സ്പാനർ എടുത്ത് വന്നാലും ഒരു കോൺഗ്രസിൻ്റെ അടിത്തറ തകർക്കാനോ കോൺഗ്രസിന് ആരെങ്കിലും ജനകീയമായി ആരെങ്കിലും ഇവർ കൊണ്ടുപോകാനോ ഇവർക്ക് സാധിക്കില്ല എന്നുള്ള സത്യമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. BJP എന്ന് പറയുന്ന BJP-യുടെ പ്രഭാരിയായ ആളാണ് EP ജയരാജൻ്റെ വീട്ടിൽ പോയത്. എന്നിട്ടും നമ്മുടെ ദല്ലാളിനെ കുറിച്ച് മാത്രമാണ് പാവി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആ പാവി എന്ന പേര് ഈ ദല്ലാളിനെതിരെ ഈ BJP നേതാവിനെതിരെ ഉന്നയിക്കാനുള്ള ആ ശക്തി ഇല്ലാത്തത് എന്താ? BJP-ക്കെതിരെ കടുത്ത ആരോപണം പറയാനുള്ള ശക്തി പിണറായി വിജയനെ രക്ഷിക്കാനുള്ള പല തീരുമാനങ്ങളും എടുത്തത് EP ജയരാജനാണ്. ആ ബന്ധമാണ് Debate with Arun Kumar.